ആയിക്കോട്ടെ അമ്മേ. അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്യില്ല. നിന്റെ ആരോഗ്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അത് ശരിയാ. 108 തേങ്ങ എൻ്റെ തലയിൽ ഉടച്ചിട്ട് പോലും എനിക്കൊരു വേദനയും തോന്നിയില്ല. പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊരു തോന്നല്. അമ്മയ്ക്ക് എൻ്റെ കാര്യം ശരിക്കും അറിയാവുന്നതല്ലേ. മനസ്സിലെന്തെങ്കിലും തോന്നിയാൽ പിന്നെ എനിക്കത് ചെയ്യണം. മുന്നും പിന്നും ഒന്നും നോക്കില്ല. അത് ചെയ്ത് തീർന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. എപ്പ വന്നതാണാവോ? കണ്ടില്ലേ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ തനിച്ചിരുന്നുള്ള സംസാരം ഇവൻ എപ്പ മതിയാക്കോ ആവോ? നിന്നെ കുറിച്ചൊക്കെ മനസ്സിലായി മോനെ. ഇപ്പൊ എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കവാ. അമ്മ അമ്മ എന്താ അമ്മ ഇത്? ഞാൻ ഇത്രയൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടും ഒരു റിയാക്ഷനും ഇല്ല. അമ്മ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിന്നോടുള്ള സ്നേഹം അത്. ഓ അമ്മേ, മദരന്തിയാ, അതെല്ലാം വിട്ടേക്ക് പോ. ഇപ്പോഴേ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് മാറ്റിപ്പിടിച്ച വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോവാ വേഗം. സ്പെഷ്യൽ ഫുഡോ? എന്തിനാ അത്? ഇന്ന് വീട്ടിലേക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്, അതിനു വേണ്ടി. ആരാ അത്? അതെല്ലാം സസ്പെൻസാ. യു ഗോ ഗോ പ്രിപ്പയർ. എന്റെ വിധി. എന്റെ മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോയതാ. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവൻ മരിച്ചു പോയെന്ന് എല്ലാവരും പറയുന്നേ. ഞാൻ ഇതുവഴി നടന്നു പോകുകയായിരുന്നു മോനെ. നീ ബൈക്കിൽ വന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്ന് വീണു. ഞാൻ ഇവിടേക്ക് എങ്ങനെ എത്തി? ആരവര്? അവരെ കണ്ടപ്പോ എനിക്കെന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു. ആരാണ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? അവരമ്മയെപ്പോലെ എന്നല്ല, അമ്മ തന്നെയാ. എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് അമ്മയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ശരിക്കും എന്തോ ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ആണല്ലോ. മനസ്സിനെ ശരിക്കും നിറയ്ക്കുന്നൊരു ഫീൽ. എന്താ അത്? എന്റെ തോന്നൽ മാത്രമാണോ? എന്തായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അതോ അമ്മ ഇനി എന്നോട് നുണ പറഞ്ഞതായിരിക്കും? ഓ, ഇനി എനിക്ക് വല്ലതും പറ്റിയതാണോ? ഇല്ല 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 ഇല്ല, ഇതെന്റെ തോന്നലാവാൻ ഒരു സാധ്യതയില്ല. എന്റെ ഈ ഫീലിങ്സ് എല്ലാം ഉള്ളത് തന്നെയാണ്. എന്തിനു ഇത്രയും ആലോചിക്കുന്നത് നാഗമാത? ആ രണ്ടുപേരിൽ എന്റെ ആദിശേഷന്റെ പുനർജന്മം ആരായിരിക്കും എന്നാണ് തോന്നുന്നത്? ത്രിവിക്രമനെയും തൃശൂലിനെയും രണ്ടുപേരെയും നേരിട്ട് കണ്ടു. അവരെ എന്റെ അനുഭവം വെച്ച് ഞാൻ അളന്നു നോക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും എനിക്കൊരു തീരുമാനത്തിലെത്താനായിട്ടില്ല മോളെ. എന്തിനാ ഇങ്ങനൊരു സംശയം നാഗമാത? രണ്ടുപേരുടെയും ഗുണലക്ഷണങ്ങൾ ഒരുപോലെയുണ്ട്. സമീപനങ്ങൾക്ക് പോലും ഒരു വ്യത്യാസവും. രണ്ടുപേരെ കാണുമ്പോഴും ഇവനാണ് എന്റെ മകനെന്നുള്ള ആ തോന്നലാണ് എനിക്ക്. എന്നുവെച്ചാ രണ്ടുപേരെ കുറിച്ചും അങ്ങനെയാണോ തോന്നുന്നേ? അതെ ശിവാനി, രണ്ടുപേരും ഒരുപോലെ തന്നെയുണ്ട്. സംസാര ശൈലികൾക്ക് പോലും
വല്ലാത്ത സാമ്യത. ത്രിവിക്രമൻ എന്നെ അമ്മയെന്ന് വിളിച്ചപ്പോ തൃശ്ശൂലും അങ്ങനെ തന്നെയാ വിളിച്ചത്. അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നാഗമാത, യഥാർത്ഥത്തിലുള്ള ആദിശേഷൻ ആരാണെന്ന് അമ്മയ്ക്കെങ്കിലും കണ്ടുപിടിക്കാനാകുമെന്ന് കരുതി. അതെ ശിവാനി, ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചത്. പക്ഷെ എനിക്കിപ്പോ അതിനാവുന്നില്ല. രണ്ടുപേരെ കണ്ടപ്പോഴും മകനെ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിനി എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. രണ്ടുപേരിൽ ആരാണ് യഥാർത്ഥ മകനെന്നുള്ളത് അറിയാൻ എന്നിലെ അമ്മ എന്ന സ്നേഹം അവരെ എവിടെ കൊണ്ടെത്തിക്കും. അപ്പോ ആ രണ്ടുപേരിൽ ഒരാൾ അമ്മയെ തേടി ഇവിടെ വരുമെന്നാണോ പറയുന്നത്? അതെ, ഞാനല്ലേ അവരിൽ ഒരാളുടെ പെറ്റമ്മ. അത് അവരുടെ ആത്മാക്കൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഇരിക്കെ അവർക്കെന്നെ കാണണം, സംസാരിക്കണം എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആരാണ് എന്നെ ഓർത്ത് കൂടുതൽ പരിതപിക്കുന്നത്? അവനായിരിക്കും നമ്മുടെ ആദിശേഷൻ. ആരായിരിക്കും അവര്? അവരുടെ കാര്യം അന്വേഷിച്ച് ഞാൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എവിടുന്നോ വന്നു, അവരെവിടേക്കോ പോയി. പക്ഷെ അവരെന്റെ ആരോ ആണെന്നൊരു തോന്നൽ. എന്റെ ലൈഫിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവരോട് മാത്രം എനിക്കെന്താ ഇങ്ങനൊരു ഫീൽ വരുന്നത്? അവരെ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നേ. തെറ്റായിപ്പോയി. അവരെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോണായിരുന്നു. ആ സമയത്ത് ഞാനതത്ര കാര്യമായിട്ട് എടുത്തുമില്ല. എന്തൊക്കെയാന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് അവർ ഒരു തവണ കൂടി കാണണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നാം. അതെന്താന്ന് എനിക്കാണെങ്കിൽ മനസ്സിലാവുന്നുമില്ല. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹം. അതെങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായേ? ഇതെന്താ സംഭവിച്ചേ? നീലി, ത്രിവിക്രമനാണ് എന്റെ ആദിശേഷൻ എന്ന് എനിക്കൊരു തോന്നല്. അതെ ശിവാനി, നാഗമാത പറഞ്ഞതും നമ്മളിപ്പോൾ കാണുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഒടുവിൽ ഞാൻ എന്റെ ആദിശേഷനെ കണ്ടെത്തി നീലി. എന്റെ ആദിശേഷനെ കണ്ടെത്തി. ഹേയ് തൃശൂൽ, എന്തു പറ്റി ബോസ്? എന്താ ഇവിടെ? കാറ് വല്ല പണി തന്നാണോ? പണി തന്നത് കാറല്ലടാ, എന്റെ തലയാ. എന്താ ബോസ്, എന്താ കാര്യം? എടാ, ഇന്നലെ ഒരു സ്ത്രീ ഇവിടെ വെച്ച് എന്റെ കാറിന് വട്ടം ചാടി. അവരെ കണ്ടത് മുതല് എനിക്കെന്തോ വല്ലാത്തൊരു ഫീൽ. എന്റെ ആരുമാണെന്ന് തോന്നൽ. ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടുള്ളതായിട്ടും ഒരുപാട് പരിചയമുള്ളതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഒന്നും മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല. മനസ്സിൽ മുഴുവൻ അവരായിരുന്നു തൃശ്ശൂർ. എന്താണ് ഇങ്ങനെയൊക്കെയൊന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒടുവിൽ എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടി നീലി, അല്ലേ? അല്ല കൊച്ചു മുതലാളി, എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ബോസ് തന്നെ പറഞ്ഞല്ലോ. നീ എന്താ ഈ പറയുന്നത്? അത് ഇന്നലെ ഞാൻ ഇതുവഴി ബൈക്ക് ഓടിച്ച് വരികയായിരുന്നു. ആ സമയത്ത് ഞാനൊന്ന് വീണോ? നിനക്കെന്തെങ്കിലും പറ്റിയോ? എന്നിട്ട് ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല ബോസ്, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇന്നലെ ബൈക്കിൽ നിന്ന് വീണ് കിടക്കുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് വന്ന് എന്നെ സഹായിച്ചത് കൊച്ചു മുതലാളി. അവരെ കാണുമ്പോൾ തന്നെ കൈകൂപ്പി തൊടാൻ തോന്നും. എന്തോ ഒരു തരം നമ്മുടെ അമ്മയെ കാണുന്ന പോലെ.
അതാണ് ഞാനിവിടെ അവരെ ഒരു തവണ കൂടി കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇതുവഴി വന്നത്. ഇതെന്താ നീലി, ഇവർ രണ്ടുപേരും ഒരേ കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇവരിൽ യഥാർത്ഥ ആദിശേഷൻ ആരാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ എന്തിനാ നിലവിളിക്കുന്നേ? പാമ്പ് എവിടെ? അവിടെ. അയ്യോ പാമ്പ്! എന്തുണ്ട്? എവിടെ പാമ്പാളിയ? പാമ്പല്ല, പാമ്പിന്റെ തോല അല്ല. പാമ്പിന്റെ തോല് അളിയന്റെ റൂമിൽ വന്നാ പിന്നെ അതിനെന്താ അർത്ഥം? മുതലാളി, പാമ്പിന്റെ പടമല്ലേ ഇത്? ചേച്ചേ, ഇത് പാമ്പിന്റെ പടമൊന്നുമല്ല, എന്തോ പ്ലാസ്റ്റിക്. ത്രിവിക്രമൻ പെയിന്റ് ചെയ്യാൻ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അതിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. അങ്ങനെയല്ല അളിയ, അത് കാണുമ്പോ തന്നെ പാമ്പിന്റെ തോല് പോലുണ്ട്. ഡാ, പറഞ്ഞത് മനസ്സിലായില്ല നിനക്ക്? വേണ്ടാത്തൊന്നും സംസാരിക്കണ്ട. ഇതൊന്നുമല്ല. നിങ്ങൾ ക്ലീൻ ചെയ്തു. നിങ്ങളോടാണ് പറഞ്ഞ ക്ലീൻ ചെയ്തോളാൻ. മുതലാളി, അത് സംശയങ്ങളൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമില്ല. ചെലേ. അല്ല അളിയ, അത് കണ്ട പാമ്പിന്റെ തോലാണെന്നല്ലേ പറയൂ. ആക്ച്വലി അതെന്താ? ശരി അളിയ. അതെങ്ങനെ സാധിക്കും? അവര് രണ്ടാളും എന്നെ തിരിഞ്ഞു വന്നെന്നോ? അതെ നാഗമാത, രണ്ടുപേരും അമ്മയെ നോക്കി വന്നിരുന്നു. അതുമല്ല, അമ്മയെ തെരഞ്ഞു കണ്ടുപിടിക്കുന്ന കാര്യവും പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെ സാധിക്കും? ഒരേ ഒരു ആത്മാവ്, അത് ചേരേണ്ട ദേഹവും ഒന്ന് തന്നെ. ആത്മാവ് പിരിയാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിലും ഇവരിൽ ഒരാൾക്ക് മാത്രമേ ആദിശേഷനാകുവാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടും അവർ രണ്ടുപേരും എന്തിനാ എന്നെ തിരഞ്ഞു വന്നത്? എനിക്കും അതാ മനസ്സിലാവാത്തത്. ഒരു പക്ഷേ രണ്ടാളും ഒരേ സമയത്ത് ജനിച്ചതല്ലേ? അതുകൊണ്ട് രണ്ടാളുടെയും പെരുമാറ്റവും സ്വഭാവവും എല്ലാം ഒരുപോലെ ആകാനുള്ള സാധ്യതയുണ്ട്. ആയിരിക്കാം. എന്നിരുന്നാലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായില്ലേ? അതെ, അവർ രണ്ടുപേരും ഒരുപോലെ ആയത് നമുക്ക് കഷ്ടം തന്നെയാണ്. പക്ഷേ ഇതിനൊരു മാർഗം കാണാനാവുന്നുണ്ട്. എന്താ അത്? എന്റെ വീര്യമേറിയ വിഷപ്രയോഗം. പക്ഷേ നാഗമാത, ആ വിഷം നാഗലോകത്തെ തന്നെ ഏറ്റവും വീര്യം കൂടിയ വിഷമല്ലേ? ഏതൊരു സന്ദർഭത്തിലായാലും അത് മറ്റൊരാളുടെ ദേഹത്ത് പ്രയോഗിച്ചതായി കേട്ട കേൾവി പോലും ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു അവസരം വന്നിരിക്കുകയല്ലേ ശിവാനി? എന്നിലെ വിഷം അപകടകരം തന്നെ. പക്ഷേ എന്റെ മകൻ അത് ഏൽക്കില്ല. എന്റെ വിഷമേറ്റാൽ എന്റെ മകൻ മരിക്കുകയില്ല. പക്ഷെ അത് വേറെ ആരിലെങ്കിലും പ്രയോഗിച്ചാൽ മരണം ഉറപ്പാണ്. പക്ഷെ എന്റെ സ്വന്തം ചോരയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല. പക്ഷേ അതിനുശേഷം ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കൂ എന്നല്ലേ അർത്ഥം? അതെ ശിവാനി, അതെ. പക്ഷെ നമ്മുടെ തീരുമാനത്തിന് ഇനി
മറ്റൊരു മാറ്റവും വേണ്ട അല്ലേ? പക്ഷേ നാഗമാത, ഇതിനു മുമ്പ് ഇതേ സാഹചര്യം വന്നപ്പോ ഞാൻ ഒരുപാട് വേദനിച്ചതാ. നീ നിന്റെ ഓർമ്മകളെല്ലാം മനഃപൂർവ്വം ഇപ്പോൾ മറക്കുന്നതാണ് നല്ലത് ശിവാനി. ഈ ഒരു സമയത്ത് ആദിശേഷൻ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് മുഖ്യം. നാഗമാണിക്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. അതുകൊണ്ട് ത്രിവിക്രമനിലായാലും തൃശ്ശൂരിലായാലും നീ വിഷപ്രയോഗം നടത്തിയേ പറ്റൂ. ശരി നാഗമാത, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഞാൻ നിനക്ക് വിഷം തന്നുവിടാം. നീ വളരെ ബുദ്ധിപൂർവം അത് രണ്ടുപേരിലും എത്തിക്കുക തന്നെ വേണം. അതിനെ അതിജീവിക്കുന്നത് അവരിൽ ആരാണോ അതാണ് നമ്മുടെ ആദിശേഷൻ. ശരി, ഞാനത് ചെയ്യാം. മറ്റൊരാളുടെ വിധിയെക്കുറിച്ച് ചിന്തിക്കണ്ട. നമ്മുടെ ഗുരുവിന്റെ ആശീർവാദത്താൽ ആ ഒരു ജീവന് മോക്ഷം ലഭിക്കുക തന്നെ ചെയ്യും. ആ പാമ്പിന്റെ പടം എന്റെ റൂമിൽ എങ്ങനെയാ വന്നത്? എന്റെ ശരീരം പാമ്പിനെ പോലെയായി മാറുകയാണല്ലോ. നേരത്തെ നാഗമാണിക്യത്തിനു മുമ്പിൽ ധ്യാനത്തിലിരുന്നപ്പോ എന്റെ ശരീരത്തിലേക്ക് കരണ്ട് കയറിയതുപോലെ തോന്നി. ഇപ്പോ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നു? ആ നാഗമാണിക്യത്തിന്റെ ശക്തി എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണോ? നോ 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 നോ, ഈ കാര്യം ആരും അറിയാൻ പാടില്ല. അമ്മ അവര് വന്നെന്ന് തോന്നുന്നു. ഇതുവഴി നീ വന്നല്ലോ. വരൂ മാഡം. ഹായ്. ഹായ് മാഡം. സോറി, ലേറ്റ് ആയില്ലല്ലോ. ലേറ്റോ? ലേറ്റ് ഒന്നും ആയിട്ടില്ല മാഡം, കറക്റ്റ്. ആരാ ഇത്? ശിവാനിയോ? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ മോളെ? സുഖമായിട്ടിരിക്കുന്നു അമ്മേ. അമ്മയ്ക്ക് അതെ സുഖം. മോളെ, വരൂ അകത്തേക്ക് വാ. മാഡം ഒരു മിനിറ്റ്. അമ്മേ, ഇത് എന്റെ ഗസ്റ്റാണ്, ഞാൻ തന്നെ വിളിച്ചിട്ട് വന്നോളാം. അല്ലടാ, ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ലെന്നോ? അതൊക്കെ ഒന്ന് പോയി നോക്ക്. ചെല്ല്, വേഗം ചെല്ല്. ഞാൻ പറയാനായിട്ട് മാഡം, അതായത് എന്റെ അമ്മയ്ക്ക് കുറച്ച് മറവി കൂടുതലാ. അതൊക്കെ ശരിയായിക്കോളും. വരൂ മാഡം, വരൂ. ഇവിടെ ഇരിക്ക. എന്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി നല്ല സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അമ്മ ഒന്ന് എടുത്തിട്ട് വാ വേഗം. നീ അവിടെ എങ്ങാനും ഇരിക്ക, ഞാൻ ചെയ്തോളാം. ഞാൻ എത്രയായിട്ട് കാത്തിരിക്കുന്നതാ. ഇന്നെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്റെ പുണ്യോ. നാഗമാത കൊടുത്തയച്ച വിഷം എന്തെങ്കിലും ചെയ്ത് ഇവന്റെ ഭക്ഷണത്തിൽ കലർത്തണം. എങ്ങനെ ചെയ്യാ? മാഡം കഴിക്കും മാഡം. കഴിച്ചോളാം.